ടിക്ടോക്ക് ബാൻ ആയതിനു ശേഷം രക്ഷപ്പെട്ടിട്ടുള്ള ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അതിൽ രണ്ട് ക്രിയേറ്ററാണ് പ്രവീൺ എന്നും പ്രണവ് എന്നും പറയുന്ന രണ്ടുപേരും സഹോദരങ്ങളാണ്. ഇവർ കൂടുതലും ഡാൻസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് ടിക്ടോക്കിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് മുതലേ ഞാൻ ഇവരുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവർ യൂട്യൂബിലേക്ക് വന്നു. അത്യാവശ്യം യൂട്യൂബിലെല്ലാം സെറ്റായി, നല്ല വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി. 3 മില്യൺ പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പം ഇത്രയും കാഴ്ചക്കാരുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അവർക്കുണ്ട്. കാര്യം വീഡിയോയ്ക്കകത്തൂടെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ, പോരായ്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും ഉത്തരവാദിത്തം പറയേണ്ടതായിട്ടുള്ള ഒരു ബാധ്യത അവർക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ഇവരുടെ ഈ ഒരു ചാനൽ കൂടുതലായിട്ട് ഇവർ ഫാമിലി വ്ളോഗിങ് കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്യാറുള്ളത്. ചാലഞ്ചസ് ചെയ്യാറുണ്ട്. അപ്പം ഇടയ്ക്ക് കോമഡി ഷോർട്ട് സ്കെച്ചസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവർ 2-3 ദിവസം മുന്നേ ആണെങ്കിൽ ഫോറിൻ ഡോക്ടേഴ്സിനെ സർക്കാസ്റ്റിക് ആയിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഒരു കോമഡി വീഡിയോ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 15 മിനിറ്റുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ മേജർ പോർഷൻസ് ഞാനാണെങ്കിൽ കട്ട് ചെയ്തിട്ട് ഒരു 1 മിനിറ്റിൻ്റെ ആണെങ്കിൽ പോർഷൻ ഇവിടെ വെക്കാം. അപ്പം അത് നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലായി ഇവരെന്താണ് ആ ഒരു വീഡിയോയ്ക്കകത്തോടെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഞാൻ എന്തെങ്കിലും ഡൗട്ടൊക്കെ ചോദിച്ച് വിളിക്കും കേട്ടോ. എനിക്ക് അറിയാലോ, നമ്മൾ രണ്ടുപേരുടെ തുണ്ട് വെച്ചാൽ പാസ്. നീ എന്നെ വിളിക്കാനായിട്ടിരുന്നാ? ആ സൂപ്പർ. ആഹാ, അച്ഛൻ്റെ ഹോസ്പിറ്റലാ? നന്നായി. പുള്ളിക്ക് അടി കിട്ടാണ്ട് നോക്കിക്കോളാ. ഇവനിപ്പോൾ ഏത് പറ്റി എഴുതും? പാരസെറ്റമോൾ എഴുതാം. നീ 8ാം ക്ലാസ് ഇരിക്കുന്നുള്ളൂ. ഞാൻ MBBS ആയിട്ടല്ലോ. ഞാൻ പറഞ്ഞുകൊണ്ട് കേട്ടാ മതി. MBBS ഫുൾ ഫോം സാറേ? പൊത്തൻ ഡോക്ടർ. എന്തെങ്കിലും ഒന്ന് വെച്ച് നോക്ക്. എനിക്ക് വലിയ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. കുഞ്ഞുണ്ട് എന്താണ്? എവിടെ വേണ്ടമ്മ കൂട്ടുകാര. MBBS പഠിച്ചത് ചുമ്മാ തറന്ന് വിചാരിച്ചു. പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കുറെ മെഷേഴ്സ് ഞാൻ എടുത്തു, പക്ഷെ ഒന്നും അങ്ങോട്ട് വർക്ക്ഔട്ട് ആയില്ല. ഇപ്പൊ എനിക്ക് എന്തോ പനി. പ്രിവെന്റ് കഴിച്ചിട്ട് കാര്യമില്ല, ഡോളോ ഒക്കെ കഴിക്കണം. അല്ല, പ്രിവെന്റ് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും. അങ്ങനല്ല, 65. എന്ത് ടെമ്പറേച്ചറോ ഡോക്ടറെ? ആ ടെമ്പറേച്ചറിലൊക്കെ മരിച്ചു പോലെ ആൾക്കാര്. കുട്ടി ജീവനോടെ. ഇത് പനിയുടേതാ. ഇത് എപ്പോഴാണ് ഡോക്ടർ കഴിക്കേണ്ടത്? ഇഷ്ടമുള്ളപ്പോ എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഇഷ്ടമുള്ളപ്പോ കഴിക്കാം. ഡോക്ടർ ഇതാണ് തെർമോമീറ്റർ. ഇതാണല്ലേ? അയ്യോ, ഞാൻ കൊണ്ടുവന്നിട്ട് ഓർത്തില്ല കേട്ടോ. MBBSന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയാത്ത, പാരസെറ്റാമോളിന്റെ സ്പെല്ലിംഗ് വ്യക്തമായിട്ട് എഴുതാൻ അറിയാത്ത, ഒരു ഹ്യൂമൻ ബോഡിയുടെ ടെമ്പറേച്ചർ അളക്കാൻ അറിയാത്ത ഒരു വ്യക്തിയാണ് ഫോറിൻ ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ് ഫോറിൻ ഡോക്ടേഴ്സ് എന്നാണ് ഇവർ ഈ ഒരു വീഡിയോക്കകത്തൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെല്ലാം എതിരെ പ്രതികരിച്ചുകൊണ്ട് ഡോക്ടർ കിഡ് സ്മൈൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്നുകൊണ്ടാണെങ്കിൽ ഒരു മച്ചാനാണെങ്കിൽ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അപ്പം അതിന്റെ ഓരോ പോർഷൻസ് കൂടെ ഞാനിവിടെ വെക്കാം. പ്രണവ് ബ്രോനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ബ്രോ നീ എപ്പോഴെങ്കിലും MBBSന്റെ ഫുൾ ഫോം അറിയാൻ നോക്കിയിട്ടുണ്ടോ? ഇല്ല, അത് പോട്ടെ, MBBSന്റെ ഒരു ബുക്ക് ഇരുന്ന് പഠിക്കാൻ നോക്കിയിട്ടുണ്ടോ? എത്രമാത്രം കഷ്ടപ്പാട് അതിന്റെ പിന്നിലുള്ളതെന്ന് നിനക്കറിയോ? എപ്പോഴെങ്കിലും നീ നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ ഓരോ വർഷം തള്ളിപ്പോവാൻ ഇവിടുത്തെ ലാംഗ്വേജ് എക്സാം എഴുതണം, ലാംഗ്വേജ് നമ്മൾ പഠിക്കണം, അതിന്റെ ക്യാരക്ടേഴ്സ് അറിയണം, ആ ക്യാരക്ടേഴ്സ് എങ്ങനെയൊക്കെയെന്ന് അറിയണം. ആ ലാംഗ്വേജിന് മറ്റൊരു HSK4 കാരില്, അത് ചൈനയുടെ HSK4 എന്നൊരു എക്സാമിനേഷൻ നിങ്ങൾ പാസ്സാവണം. എന്നാലേ നിങ്ങൾക്ക് അടുത്ത ഇയറിലോട്ട് പോലും പോകാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയറിലോട്ട് പോലും പോകണമെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയുണ്ട്. അത്രയും സ്ട്രഗിൾ ചെയ്ത് ഇതൊന്നും കൂടാണ്ട് ചൈനീസ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് മെഡിസിൻ പാർട്ട് തന്നെ നമുക്ക് വേറെയും പഠിക്കാനുണ്ട്. ഇനി ചൈനക്കാർക്ക് മാത്രമല്ല, എല്ലാ ഫോറിൻ സ്റ്റുഡൻസിന്റെ അവസ്ഥ ഇതാണ്. എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ട് വന്നിട്ട് ഇങ്ങനത്തെ ഉള്ള യൂട്യൂബേഴ്സ് വന്ന് 4 വീഡിയോ ഇടും, ചൈനീസ് ഡോക്ടേഴ്സിന് ഒന്നും അറിയില്ല എന്നുള്ള രീതിയിൽ. നീ എവിടെന്നെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ചു തന്നെ, ചൈനീസ് ഡോക്ടർ ഒരു കാര്യം അറിയാത്ത ഒരു ഡോക്ടറിന് കാണിച്ചു തന്നെ. അതാണ്, ഇത്രയും കൊല്ലം പോയിട്ട് അവിടെ MBBS പഠിച്ചിട്ട് ഇറങ്ങുന്ന ഒരു ഡോക്ടറിന് അറ്റ്ലീസ്റ്റ് പാരസെറ്റാമോളിന്റെ സ്പെല്ലിംഗ് പോലും കറക്റ്റായിട്ട് അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കിന് അത് ഏത് ടൈപ്പ് ഓഫ് സർക്കാസം ആണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഓക്കെ, എത്രത്തോളം നിങ്ങൾ സർക്കാസ്റ്റിക് ആയിട്ടുള്ള എത്ര വീഡിയോസ് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി സർക്കാസ്റ്റിക് ആയിട്ട് അവതരിപ്പിക്കുമ്പോൾ അത് നമ്മൾ ആരെ ഉദ്ദേശിച്ചാണോ ചെയ്യുന്നത് അവർക്കത് ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് വന്നിട്ടൊരു മിസ്റ്റേക്കാണത്. ഓക്കെ, അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. അപ്പം പാരസെറ്റാമോളിൻ്റെ സ്പെല്ലിംഗ് അറിയില്ല, MBBSന്റെ ഫുൾ ഫോം അറിയത്തില്ല, ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹ്യൂമൻ ബോഡിയുടെ എത്രത്തോളം ടെമ്പറേച്ചർ ഉണ്ടെന്ന് അറിയത്തില്ല. ഇതൊന്നും അറിയാതെയാണ് ഒരു ഡോക്ടർ ഇത്രയും വർഷം പഠിച്ചിട്ട് ഇറങ്ങി വന്നത് എന്നാണ് ഈ ഒരു വീഡിയോക്കകത്തോട് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതെല്ലാം ബാക്കി കൂടെ കേൾക്കാം. കമ്മ്യൂണിറ്റി, ഒരു ഫോറിൻ ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റിനെ കംപ്ലീറ്റ്ലി ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടാണ് നിന്റെ വീഡിയോസ് ഉള്ളത്. ആ ഒരു വീഡിയോ വളരെ ട്രിഗറിംഗ് ആണ്. അത് ഓരോ ഫോറിൻ സ്റ്റുഡൻസും, നിന്റെ കമന്റ് ബോക്സ് നീ വായിക്കാത്തതുകൊണ്ടാണോ എന്ന് അറിയില്ല, ആ ഓരോ കമന്റ് ബോക്സിൽ ഓരോ FMG സ്റ്റുഡൻസ്. ഇനിയിപ്പോൾ കമൻറ്റ് അവർക്കെന്നല്ല നമുക്കും വായിക്കാൻ പറ്റത്തില്ല. കാര്യം മറ്റൊന്നുമല്ല, ഇവർ ഇത്രയും ഒരു വീഡിയോ ചെയ്തതിന് ശേഷമാണെങ്കിൽ ഒരുപാട് ആളുകൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇതേപോലെ ഫോറിൻ ഡോക്ടേഴ്സിൽ ഉൾപ്പെട്ട ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളും അല്ലാത്ത ആളുകളും ഇതുപോലെ സർക്കാസ്റ്റിക് ആയിട്ട് ഇവരെ അവതരിപ്പിച്ചത് വളരെ മോശമായിട്ട് തന്നെ പല ആളുകളും നെഗറ്റീവ് കമൻറ്റ്സ് ഇവരുടെ വീഡിയോയുടെ ചാനലിൻ്റെ അടിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇവർ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നേരെ ഈ കമൻറ്റ് സെക്ഷൻ അങ്ങ് ഓഫ് ചെയ്തു.
ഓക്കെ, ഇവർക്ക് എന്താണ്, ഇവർക്ക് തന്നെ അപ്പം പ്രവീൺ പ്രണവ് ഇവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ഇവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് ഒരു വീഴ്ചയാണ്, ഒരു മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലായി. അപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ അതിലേക്ക് അതിനൊരു അപ്പോളജി പറയുന്നതിന് പകരം നേരെ ഈ കമൻറ്റ് സെക്ഷൻ നേരെ ഓഫ് ചെയ്ത് വെച്ചു. അപ്പോൾ ആരോടും മറുപടി പറയണ്ടല്ലോ, ആരും വേറെ എന്താ പറയുക കമൻറ്റ് കാര്യങ്ങളൊക്കെ ഇടത്തില്ലല്ലോ. ഓക്കെ, എന്തായാലും ഈ മച്ചാൻ പ്രതികരിച്ചത് എന്തുകൊണ്ട് നന്നായെന്ന് ഞാൻ പറയുള്ളൂ. എന്തായാലും ബാക്കിയും കൂടെ കാണാം. നിങ്ങളൊക്കെ കോവിഡില് വീട്ടിൽ കയറി അടയിരിക്കണ സമയത്ത് ഞങ്ങളെപ്പോലുള്ളവര് പട്ടി പണിയെടുത്തിട്ട് അതിനൊരു രൂപ സാലറി പോലും ഇല്ല. ഒരു രൂപ ഒരു ഹലാല സാലറി ഇല്ല. അതിന് ഒരു ഹലാല സാലറി ഇല്ലാണ്ടാണ്, ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ഓരോ ഫോറിൻ ഡോക്ടേഴ്സും ആ സമയത്ത് നാട്ടിൽ വന്ന് പെട്ടുപോയവര് ഒരു ഇതും ഇല്ലാണ്ട് എന്തായാലും പെട്ടതല്ലേ, നമുക്കൊരു ഇന്റേൺഷിപ്പ് ചെയ്യുന്ന പോലെ ഇവിടെ നമുക്ക് എവിടെയെങ്കിലും കയറി ചെയ്യാന്ന് പറഞ്ഞവരാണ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നിന്നിരുന്നത്. ആ ഹോസ്പിറ്റലിനകത്ത് വരെ താറ്റിയ പുച്ചായിരുന്നു അതിനുള്ളിൽ കയറിയിട്ട് ഡോക്ടേഴ്സിന്. അവൻ ചൈനയിൽ നിന്ന് വന്നതാണെന്നുള്ളത്. നിങ്ങളൊക്കെ എവിടുന്ന് വന്ന മനുഷ്യന്മാരാണ്? നിങ്ങളൊക്കെ പഠിച്ചിറങ്ങിയപ്പോ തന്നെ വലിയ PG ലെവലിൽ പഠിച്ചിറങ്ങിയവരില്ല, MBBS അല്ലേ പഠിച്ചിറങ്ങണ എല്ലാവരും. നമ്മുടെ നാട്ടിൽ കൊറോണ നിപ്പയും വന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ഓരോ ആളുകളുടെയും പ്രാധാന്യം, അല്ലെങ്കിൽ അവരോട് നമുക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് തോന്നിയിട്ടുള്ളത് ആ ഒരു പാൻഡമിക് ഒക്കെ സംഭവിച്ച ആ ഒരു സമയത്ത് തന്നെയായിരുന്നു. കാര്യം അന്ന് നമുക്കൊരു വലിയ അല്ലെങ്കിൽ MBBS എല്ലാം പഠിച്ചു വന്ന അത്രയും വലിയ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് മാത്രമല്ല നമുക്ക് റെസ്പെക്ട് ആ ഒരു കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന ആൾ തൊട്ട് ഏറ്റവും മുകളിലുള്ള ആളുകളുടെ അടുത്ത് വരെ നമുക്ക് റെസ്പെക്ട് തോന്നിയിരുന്നു. ഓക്കെ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, അതുപോലെയുള്ള ഇതുപോലെ നമ്മുടെ ശവശരീരങ്ങൾ അടക്കാനെ കൊണ്ട് പൊക്കോട്ടിരുന്ന ആളുകൾ, ഇവരുടെ അടുത്തെല്ലാം നമുക്ക് റെസ്പെക്ട് തോന്നിയിരുന്നു. കാര്യം ആ സമയത്ത് അവർ ചെയ്തില്ലെങ്കിൽ വേറെ ആരാണ് ഇതൊക്കെ ചെയ്യുക? ഓക്കെ, അപ്പം അത്രത്തോളം ചെയ്യുമ്പം അവിടെ ഒരു ഡോക്ടറിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ആ ഒരു ഡോക്ടറിൻ്റെ വാല്യൂ എന്താണെന്ന് അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഏറ്റവും താഴെക്കിടയിൽ നമുക്ക് വേണ്ടിയിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു മരണം ശവസംസ്കാരം വരെ ചെയ്തിട്ടുള്ള ആളുകൾ നമുക്ക് അത്രത്തോളം റെസ്പെക്ട് തോന്നി, അത്രയും വാല്യൂ തോന്നി. അപ്പോൾ ഒരു ഡോക്ടറിന് കൊടുത്തിരുന്ന വാല്യൂ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ആ ഒരു ടൈമിൽ ഇത്തരം അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ആ ഒരു ഡോക്ടേഴ്സിനെയൊക്കെ ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളെ കണ്ടിരുന്ന നമ്മൾ ഇത്തരം രീതിയിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്? അവരെ ഇറസ്പെക്ട്ഫുൾ ആയിട്ടുകൊണ്ട് ഒരു റെസ്പെക്റ്റും കൊടുക്കാതെ ഇങ്ങനെ സർക്കാസ്റ്റിക്കായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. MBBSന്റെ ABCD പോലും പറയാത്ത ഓരോരുത്തന്മാര് വന്നിട്ടാണ് അതിന്റെ അകത്ത് ആ വീഡിയോയിൽ അത്രയും മോശമായിട്ട് കാണിക്കേണ്ടത്. എന്താണ് നമ്മളെ പോലുള്ള ഫോറിൻ ഡോക്ടേഴ്സ് നിങ്ങളോട് എന്ത് ചെയ്തിട്ടാണ്? എന്ത് നാട്ടിൽ അത്രയും കോടികളുടെ ഡൊണേഷൻ നിങ്ങൾക്ക് തന്നില്ല എന്നുള്ളതാണോ നിങ്ങളുടെ പ്രശ്നം? 1.5 കോടിയൊക്കെ ഡൊണേഷൻ ചോദിക്കുന്നത്. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയൊരു പോരായ്മയാണ്. കാര്യം 1.5 കോടി 2 കോടിയൊക്കെ ഡൊണേഷൻ ചോദിക്കാന്ന് പറയുമ്പോൾ എന്തോന്നറിയാം ഇതൊക്കെ. അപ്പം നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 1 കോടിയും 2 കോടിയും ചോദിക്കുന്ന സ്ഥാനത്ത് നമ്മളൊരു 10, 20 അല്ലെങ്കിൽ ഒരു 30 ലക്ഷം ലോൺ എടുത്തുകൊണ്ട് കുട്ടികളെ നമുക്ക് പുറം രാജ്യത്തേക്ക് ഉപരിപഠനത്തിന് അയക്കാനെ കൊണ്ട് പറ്റും. അങ്ങനെയുള്ള ആളുകളാണ്, അല്ലെങ്കിൽ അങ്ങനെ പോയിട്ട് അവിടെ പോയി നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് പോയിട്ട് നമ്മൾ ഇതുപോലെ MBBS ഒക്കെ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് അവരൊരിക്കലും നിലവാരമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന ആളുകളായതുകൊണ്ടോ ഒന്നും അല്ല. അവിടെ പോയിട്ട് അവിടുത്തെ ഗവൺമെൻറ്റിന് താഴെയുള്ള കോളേജസിലേക്കല്ല ഇവരും പോകുന്നത്. അപ്പം അവിടെ ചെല്ലുമ്പോഴത്തേക്കിന് MBBSന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവരെ എന്താ പറയുക ഗോലി കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഒക്കെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. സർക്കാസ്റ്റിക്കായിട്ട് അവതരിക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ലോജിക്ക് കൂടെ വേണം. ഓക്കെ, പാരസെറ്റാമോളിന്റെ സ്പെല്ലിങ് പോലും എഴുതാൻ അറിയാത്തൊരു ഡോക്ടർ, ഫോറിൻ ഡോക്ടറാണ്, അല്ലെങ്കിൽ ഒരു പാരസെറ്റമോൾ സ്പെല്ലിങ് പോലും അറിയില്ല എന്നുള്ള രീതിയിലാണ് അവൻ ആ വീഡിയോ ഉണ്ടാക്കിയത്. അവൻ എന്ത് റൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ എന്ത് അർഹത ഉണ്ട് ആ വീഡിയോ ഉണ്ടാക്കാൻ? നീ ഒരു പാരസെറ്റമോൾ സ്വന്തമായിട്ട് എത്ര mg കഴിക്കണം, അല്ലെങ്കിൽ പാരസെറ്റമോൾ എത്ര mgക്കുള്ള സാധനം ഉണ്ട് എന്ന് നിനക്കറിയോ? ഒരു ബോഡി വെയിറ്റ് അനുസരിച്ച് ഇത് പാരസെറ്റമോൾ വെറുതെ എഴുതി കൊടുക്കുന്നതല്ല, അതിന് ബോഡി വെയിറ്റ് കണക്കുണ്ട്, ഇത്ര കൊടുക്കാൻ പാടുന്നുണ്ട്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇത്ര കൊടുക്കാൻ ഒരുപാട് mg കണക്കിന് അതിന്റെ വ്യത്യാസം ഉള്ളതുണ്ട്. സത്യം പറഞ്ഞത് സങ്കടം ഉണ്ടേ. നിങ്ങളൊക്കെ വലിയ വലിയ വ്ളോഗേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തലയിൽ ഇത്രയും കൂടുതലൊന്നും പറയാനില്ല, നിങ്ങളോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇതിപ്പോൾ അവർ വലിയ വലിയ വ്ളോഗേഴ്സ് ഒന്നും അങ്ങനൊന്നും പറയേണ്ട കാര്യമില്ല ബ്രോ. കാര്യം അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാര്യം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിപ്പോൾ പ്രധാനമന്ത്രി ആണെങ്കിൽ നമുക്കത് ചൂണ്ടിക്കാണിക്കാം. അത് വലിയ വലിയ ആളാണെന്നോ അല്ലെങ്കിൽ വലിയ വലിയ വ്ളോഗറാണെന്നോ അങ്ങനെയൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാര്യം നമ്മുടെ നാടെന്ന് പറഞ്ഞ ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ള കാര്യം നമ്മൾ പറയുക തന്നെ വേണം. ഇപ്പം ബ്രോ പറഞ്ഞ പോലെ ഇപ്പം നമ്മളും നേരത്തെ കണ്ടാണ് ആ ഒരു വിഷ്വലിനകത്ത് വെച്ചപ്പോൾ കണ്ടാണ് പാരസെറ്റാമോൾ എഴുതാനെ കൊണ്ട് കിടന്ന് തപ്പിത്തടയുന്നത്. പാരസെറ്റാമോളിൻ്റെ സ്പെല്ലിംഗ് എഴുതാൻ അറിയത്തില്ല, MBBSന്റെ ഫുൾ ഫോം അറിയത്തില്ല. ഒരാൾ ചൂടായിട്ട് വന്നപ്പോഴത്തേക്കിന് 60-65 ഉണ്ട്, ആൾ മരിച്ചു പോകുമെന്ന് പറയുമ്പോഴത്തേക്കിന് പറയണം ഓ ഇറ്റ്സ് എ മിറാക്കിൾ, നിങ്ങൾ ഇപ്പോഴും ജീവനോടുണ്ടെന്നുള്ളത്. ഓക്കെ, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇത് ഫോറിനിൽ പോയിട്ട് പഠിച്ചിട്ട് ഇവിടെ നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കിന് ഇത്തരം ആളുകൾ ഓൾറെഡി കുറേ ആളുകളാണെങ്കിൽ ഇവരെ ഹറാസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് അപമാനിക്കുന്നുണ്ട്, നാട്ടിലുള്ള ആളുകൾക്ക് പട്ടിപ്പുച്ചാണെന്ന് ഈ ബ്രോ തന്നെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കിടയിലേക്ക് ഇതുപോലത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് ഇതുപോലെ അധികം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആളുകൾ വന്നിട്ട് ഈ രീതിയിൽ അവതരിപ്പിക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് അതിനെയൊക്കെ ഇവർക്ക് അംഗീകരിക്കാൻ കഴിയുക? നമുക്ക് എങ്ങനെയാണ് ഒരു ഡോക്ടറെ ഇതുപോലെ പറയുമ്പോഴത്തേക്കും ഒരു ഡോക്ടറോട് നമുക്കുള്ളൊരു വാല്യൂ, ഒരു റെസ്പെക്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് അംഗീകരിക്കാൻ കഴിയുക? പിന്നെ പ്രണവിന്റെ വീഡിയോനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്, നീ അറ്റ്ലീസ്റ്റ് ഒരു MBBS ഡോക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ നീ ഇപ്പൊ ഇത്രയും കളിയാക്കണേ നീ മിനിമം ഒരു PG ലെവലുള്ളതായിരിക്കും. നിന്റെ ക്വാളിഫിക്കേഷൻ എന്താ? ഇത്രമാത്രം നീ ഇന്ത്യൻ അല്ലെങ്കിൽ ഫോറിൻ ഡോക്ടേഴ്സിനെ പറ്റി പറയാൻ മാത്രമല്ല, നിനക്ക് എന്താ അറിയാം ഫോറിൻ ഡോക്ടേഴ്സിനെ പറ്റി?
6 വർഷം ഇവിടെ നിന്ന് വന്ന് ഞങ്ങൾക്ക് ചിരക്കാനല്ല ഞങ്ങളൊന്നും ഇവിടെ വന്നിട്ട് ഇത് പഠിച്ച് പ്രാന്തളകിയിട്ടൊക്കെ ഇരിക്കണത്. ഓരോ എക്സാമിനേഷൻ വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ ക്രെഡിറ്റ് ബേസ് വേണം, അത് വേണം, ഇത് വേണം, ചൈനീസ് അറിയണം, പേഷ്യന്റിനോട് സംസാരിക്കണം, പേഷ്യന്റ് ഹിസ്റ്ററി എടുക്കണം, പേഷ്യന്റ് അവിടുന്ന് അതായി ഇതായി, ഇതൊക്കെ നമ്മുടെ തലയിൽ കൊണ്ട് ഇടും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് എന്നാലും പറയും ഫോറിൻ ഡോക്ടർ ശരിയാവില്ല നമുക്ക്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചു പോയിട്ടുള്ളത് ഒരു മിസ്റ്റേക്ക് ആണെന്നുള്ളത് പ്രവീൺ പ്രണവ് മച്ചന്മാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കമന്റ് ബോക്സ് കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത്രയും നെഗറ്റീവ് കമന്റ്സ് കാര്യങ്ങളൊക്കെ വന്നു. എല്ലാ ആളുകളും നിങ്ങളുടെ അടുത്ത് ഒരേ സ്വരത്തിൽ പറഞ്ഞു. കാര്യം ഇതിനു മുമ്പ് ഇവരുടെ പല വീഡിയോസ് ആണെങ്കിലും എപ്പോഴും നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ട്രെൻഡിങ് നമ്പറിൽ എവിടെയെങ്കിലും ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ അത്രത്തോളം ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, അത്ര ആളുകൾ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പം ആ ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഈ ഒരു യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് ഇത്രയും നെഗറ്റീവ് കമന്റ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിലാക്കി അതൊരു നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണെന്നുള്ളത്. അപ്പം നിങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ നേരെ കമന്റ് ബോക്സ് അങ്ങ് ഓഫ് ചെയ്തു. ആരും നെഗറ്റീവ് പറയേണ്ടതെന്ന് വെച്ചല്ലോ, നെഗറ്റീവ് പറയേണ്ടതെന്ന് വെച്ച് അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചേട്ടന്മാരെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു അപ്പോളജിയാണ്. അവരുടെ ഒരു സോറി പറയാനുള്ള ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. ഓക്കെ. ആൻഡ് ഇപ്പോഴും പലരും പറയുകയാണെങ്കിൽ പല കോമഡി സ്കിറ്റുകൾ നമ്മൾ ടി വിയിലൂടെ കാണാറുണ്ട്. അവിടെ ഡോക്ടേഴ്സിനെ സർക്കാസ്റ്റിക്കായിട്ട് അവതരിപ്പിക്കാറുണ്ടല്ലോ, അല്ലെങ്കിൽ കോമഡി ആയിട്ട് അവതരിപ്പിക്കാറുണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട്. ശരിയാണ്. പക്ഷേ ഈ ഒരു ഫോറിൻ ഡോക്ടേഴ്സ് ഇത്തരം രീതിയിൽ ചില അപമാനം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം പുച്ഛം അനുഭവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു വീഡിയോ വരുമ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും അവർക്ക് നല്ല രീതിയിൽ ഹേർട്ടാവും. അതിപ്പം ടി വി ഷോസിലൂടെ വന്നെന്ന് പറഞ്ഞാൽ അവർക്ക് ഹേർട്ടാവും. തീർച്ചയായിട്ടും ഇതിനെതിരെ റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും. ഓക്കെ. എന്തായാലും നിങ്ങൾ ബെറ്റർ, ഞാൻ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ട് എല്ലാവരുടെയും വായ അടച്ച് പൂട്ടിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ബെറ്റർ ഒരു അപ്പോളജി എന്ന് പറയുക. ആരും അതിൻ്റെ ഒരു ബാധ്യത, ആ ഒരു ബാധ്യത നിങ്ങൾക്കൊണ്ട് നിങ്ങളത് ചെയ്തേ മതിയാകുള്ളൂ.